ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വേറൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധിയും അതുപോലെ തന്നെ മൈൻഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാളും രേണു സുധിക്ക് വന്നിട്ടുള്ള കമൻസ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസ് ആയിരുന്നു. അപ്പോൾ അതിപ്പം ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബിലായാലും അവരുടെ പല ഇൻ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിലെല്ലാം ഏറ്റവും കൂടുതൽ അവർക്ക് വരുന്ന കമൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവായിരിക്കും. പക്ഷേ ഇത്തവണ ഈ ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ്. ഒരു 99% പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ ആ ആങ്കറിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുള്ളത്. കാരണം ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ആണ്, നമുക്കറിയാം. എന്തായാലും അവർ നമ്മളെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. പക്ഷെ ആ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രേക്ഷകർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഇതേപോലുള്ള ഒരു അഭിനയത്തിന് വിടുവോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അതൊരുപാട് കമൻസും കാര്യങ്ങളായിട്ടൊക്കെ ഒത്തിരി വന്നിട്ടുള്ളതാണ്. ആ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചുള്ള കാര്യം. അപ്പോൾ അതിന് രേണു പറയുന്നൊരു മറുപടി ഉണ്ട്, ഉറപ്പായിട്ടും വിടുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കാരണം അവർ പറയുന്നൊരു കാര്യം ശരിയല്ല. അവരുടെ സുധിച്ചേട്ടനെ എല്ലാവരെക്കാളും കൂടുതൽ എനിക്കാണ് അറിയാവുന്നതെന്ന് പറയുന്നുണ്ട്. സത്യം അതല്ലേ? ശരിക്കും അവരുടെ ഭർത്താവിനെ കുറിച്ച് അറിയാവുന്നത് ഒരു ഭാര്യയ്ക്ക് മാത്രമായിരിക്കും. അപ്പോൾ അതല്ലേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ചാനലുകാർ രേണു സുധിയുടെ ഇത്രയും അധികം നെഗറ്റീവുകളെ മുതലെടുത്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ആണ് പ്രതീക്ഷിച്ചതും അതുവഴി റീച്ച് കൂട്ടാം എന്നുള്ളൊരു ഇതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും രേണുവിനെ ഇഷ്ടമല്ലാത്തവർ പോലും, അല്ലെങ്കിൽ രേണുവിനെ കുറ്റം പറഞ്ഞവർ പോലും രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാൻ കണ്ടതാണ്. ഞാൻ രേണുവിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് സത്യം പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി തിരിച്ച് നല്ല കൂളായിട്ട് ഒരു സ്ത്രീക്ക് ഇത്രയും ക്ഷമയുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം നല്ല രീതിയിലുള്ള മറുപടിയാണ് പുള്ളിക്കാരി കൊടുത്തിട്ടുള്ളത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ജീവിക്കാൻ പൈസ വേണം, ശരിയല്ലേ? ഈ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഇടുന്ന ആരെങ്കിലും പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ച് ഞാൻ പുള്ളിക്കാരിയെ ടോട്ടലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അതിന് നമ്മളിനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെന്നല്ല, ആർക്കും അത് പറയാനുള്ളൊരു റൈറ്റ്സ് ഇല്ല. ഉണ്ടോ? ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അങ്ങനെ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തിയെ ഇത്രയും നാൾ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറഞ്ഞ്, അല്ലെങ്കിൽ പോസിറ്റീവ് കുറേ ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് ആ ആങ്കറിനോടേ ഒരു ദേഷ്യം വരത്തുള്ളൂ. അവരത് പറയുന്നുണ്ട്, ഈ രേണു സുധി പറയുന്നുണ്ടല്ലോ, വിളിച്ചു വരുത്തി അപമാനിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന കാര്യമൊന്നുമല്ല, ഇതൊക്കെ മുൻകൂട്ടി ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ആണ്. അവർ മാക്സിമം നമ്മളെ ഇങ്ങനെ കുത്തി നമ്മളെ ഇങ്ങനെ വെറുപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊക്കെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പക്ഷേ കൂടുതലും നെഗറ്റീവാണ് ഈ രേണു സുധിനെ പ്രതീക്ഷിച്ചതെങ്കിൽ തെറ്റി. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ആ ചാനലിലെ ആങ്കറിന് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ അവർക്ക് ഇതുപോലൊരു നെഗറ്റീവ് കിട്ടിക്കാണത്തില്ല. അതേപോലെ പറയുന്നുണ്ട് മരമാക്രീന്നും, അതേപോലെ തന്നെ കുറേ രീതിയിലുള്ള കമൻസൊക്കെ ഞാൻ 1-2 ഇവിടെ ആഡ് ചെയ്തേക്കാം. അങ്ങനെ അപ്പോൾ ഇത് പിന്നെ പറയുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റിൻ്റെ കൂട്ട്, സന്തോഷ് പണ്ഡിറ്റ് നേരത്തെ ഇതുപോലെ കോമാളിത്തം താങ്കളുടെ കൂടെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ശരിക്കും അത് അവർക്കപ്പോൾ എന്ത് വിഷമമായി കാണും അല്ലേ? ശരിക്കും
അവരഭിനയിക്കുന്നു, അവരെന്തും ആയിക്കോട്ടെ, എങ്ങനെ അഭിനയിക്കുന്നത്, ഇത് ഓൾറെഡി അവർക്ക് ശരിക്കും കമൻസും നെഗറ്റീവ്സും എല്ലാം ശരിക്കും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയാണ്, വിളിച്ചിരുത്തി നമ്മുടെ ഫേസ് ടു ഫേസ് നമ്മളിത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരത്തില്ല. പക്ഷെ നമ്മുടെ ഫേസ് ടു ഫേസ് ഒരാൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്കതിൽ നിന്ന് രേണുവിൻ്റെ പക്ഷെ രേണു ഭയങ്കര കൂളായിട്ടാണ് അവർ റിപ്ലൈ കൊടുത്തത് കേട്ടോ. നല്ല കൂളായിട്ട്, ഇപ്പം എന്താ, നല്ല രസമുണ്ട് മറുപടി. എനിക്ക് പേഴ്സണലി എനിക്ക് രേണു ആ പുള്ളിക്കാരിയുടെ മറുപടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. ഇങ്ങനെ ചോദിക്കുന്നവർക്ക് അങ്ങനെ തന്നെ മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കരുത് എന്ന് പറയുകയല്ല വേണ്ടത്. അതിന് ഈ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നതന്നെ നല്ലത് അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.